ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങളെല്ലാവരും ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നത് എങ്കിൽ തീർച്ചയായും നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഞാനും നിങ്ങളെ പോലെ ഒരു യൂട്യൂബറാണ്. ചെറുതായിട്ട് ചില കാര്യങ്ങളും റീൽസുകളും കാര്യങ്ങളൊക്കെ ഇടും. അത്യാവശ്യം കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഞാൻ സംസാരിക്കുള്ളൂ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ടോപ്പിക്ക് ജസ്ല സലീമിനെ കുറിച്ചാണ്. എന്താ ജസ്ല സലീമിനെ കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. കാരണം എന്താ വെച്ചാൽ അവർക്കുള്ള മറുപടി ഇന്ന് ഹിന്ദു സഹോദരന്മാര് ഒന്നടങ്കം കൊടുത്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പൊ ഒരു കാര്യം മാത്രമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഈ ജസ്ന സലീം ഒരു മുസ്ലിം പെൺകുട്ടി ആയിക്കൊണ്ട് തട്ടമിട്ടുകൊണ്ട് ചുരിദാറ് ധരിച്ചുകൊണ്ട് തനി ഇസ്ലാമിക വേഷമായി മുസ്ലിമാണെന്ന് പറയുകയും എന്നിട്ട് കൃഷ്ണന്റെ പടം വരക്കുകയും, മുസ്ലിം ആയതുകൊണ്ട് കൃഷ്ണന്റെ പടം വരച്ചോണ്ട് അല്ല ഞാൻ പറയണത്, അവൾക്ക് അങ്ങനെ അത് വരുത്തി തീർക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് അങ്ങനെ ചെയ്തത്. എന്നിട്ട് മാർക്കറ്റിങ് യൂട്യൂബിലാവട്ടെ ഫേസ്ബുക്കിലാവട്ടെ ഏറ്റവും കൂടുതൽ സമ്പാദിക്കുന്ന ഒരു മാർഗമായി സ്വീകരിക്കാൻ അവൾ തന്ത്രം മെനഞ്ഞു. അതിൽ അവൾ വിജയിച്ചു. അവളെ വിജയിപ്പിച്ചത് കുറെ ഹിന്ദു സഹോദരന്മാരാണ്, ഭൂരിപക്ഷമല്ല. കാരണം ഇവൾക്ക് വേണ്ടുന്ന എല്ലാ ഒത്താശകളും ചെയ്തു കൊടുത്ത് സുരേഷ് ഗോപിന്റെ കൂടെ ഒന്നുമായിട്ട് പ്രധാനമന്ത്രിക്ക് ഫോട്ടോ സമർപ്പിക്കുന്നത് വരെ എത്തിച്ചു കൊടുത്തു. അപ്പൊ എത്ര ഇവൾക്ക് സപ്പോർട്ട് അവിടുന്ന് കിട്ടിയിട്ടുണ്ടാവും. എന്തുകൊണ്ടാണ് അത് കിട്ടിയത്? ബഹുമാനമുള്ള സഹോദരിമാരെ, ഇവൾ ഇസ്ലാമിന്റെ പേരിനെ, ഇസ്ലാമിനെ കൊച്ചായി കാണിക്കുകയും ഇസ്ലാമിനെ കളിയാക്കുകയും ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് ഇവൾക്ക് ഈ ഡിമാൻഡ് കിട്ടിയത്. കാരണം ഹിന്ദു സഹോദരന്മാർ എത്തിറങ്ങാനുണ്ട്. കഴിവില്ല ആളുകൾ, വരക്കുന്ന ആളുകൾ, രചിക്കുന്ന ആളുകൾ, കവിത എഴുതുന്ന ആളുകൾ നിരവധി ഉണ്ടായിട്ട് ഈ ഒരു പെണ്ണിന് മാത്രം ജസ്ന സലീം മുസ്ലിം പെൺകുട്ടി കൃഷ്ണനെ വരച്ചു എന്നൊക്കെ പറഞ്ഞാണ്ട് വളരെയധികം ഇത് ചെയ്തു. അന്ന് മുസ്ലിം സമൂഹത്തിലെ പല ആളുകൾ വീഡിയോ ചെയ്തു, ഇങ്ങനെ ഇവൾക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ഇവൾക്ക് വേണമെങ്കിൽ ഇസ്ലാം മതം വിട്ടുകൊണ്ട്, ഇസ്ലാം അല്ല എന്ന് പറഞ്ഞുകൊണ്ട്, എനിക്കിഷ്ടം ഹിന്ദു മതമാണെന്ന് പറഞ്ഞുകൊണ്ട് അത് സ്വീകരിച്ചുകൊണ്ട് പരിപൂർണമായിട്ട് ലയിക്കാമായിരുന്നു. പക്ഷെ ചെയ്തില്ല. എന്തുകൊണ്ട് ചെയ്തില്ല? ഇവൾക്കറിയാം മാർക്കറ്റിംഗ് കിടക്കുന്നത് ഇസ്ലാമിനെ കളിയാക്കുമ്പോഴാണ്. ഹിന്ദു സമൂഹത്തേക്ക് പോയാൽ മാർക്കറ്റ് ഉണ്ടാവില്ല എന്നുള്ള അവൾക്കറിയാം. അങ്ങനെ അവൾ വ്യക്തമായി അത് ചെയ്തു. ഇനി അന്ന് ഞാൻ വരെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഇവള് ചെയ്യുന്നത് വളരെ വിഷമം. കാരണം മൊത്തത്തിൽ ഇസ്ലാമിനെ ഇഴത്തിക്കൊണ്ടാണ് ചെയ്യുന്നത്. ബഹുമാനമുള്ള ഹിന്ദു സഹോദരന്മാരെ, നമ്മളിവിടെ ഫ്രണ്ട്സുകൾ ഉണ്ട്. സ്കൂളിൽ പഠിച്ച അന്ന് മുതൽ പല ജോലികളിൽ ഒക്കെ ഇസ്ലാം എനിക്ക് ഹിന്ദു ഫ്രണ്ട്സ് ഉണ്ട്, നിങ്ങൾക്ക് മുസ്ലിം ഫ്രണ്ട്സ് ഉണ്ടാവും, സ്വാഭാവികമാണല്ലോ. പക്ഷെ ഇങ്ങനത്തെ ആളുകൾ ചെയ്യുമ്പോൾ നല്ല നിലയ്ക്ക് ജീവിക്കുന്ന ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഒരു പ്രശ്നമല്ല. പക്ഷേ സ്വന്തം മതത്തിനെ കളിയാക്കുമ്പോൾ എല്ലാവർക്കും പ്രയാസം ഉണ്ടാവും. ഇന്ന് നിങ്ങൾക്ക് ഉണ്ടായതുപോലെ, ഇന്ന് എൻ്റെ ഹിന്ദു സഹോദരന്മാർക്ക് ഉണ്ടായതുപോലെ ഇപ്പോഴാണ് നിങ്ങൾക്കത് ബോധ്യമായത്. എന്ത്? ഇവള് ആ റോട്ടിൽ വെച്ച് കണ്ണനെ ചുംബിക്കുക, കണ്ണനെ ഇകഴ്ത്തുക, നിങ്ങളെ ദൈവത്തിന് ഇവൾ ഇകഴ്ത്തുക. ദൈവം ഹിന്ദു സമൂഹത്തിനൊരു ദൈവമുണ്ട്, മുസ്ലിം സമൂഹത്തിന് ദൈവമുണ്ട്, ക്രിസ്ത്യൻ സമൂഹം, ഇങ്ങനെയാണല്ലോ ഇപ്പൊ പൊതുവെ പോരുന്നത്. മുസ്ലിം സമൂഹം പറയുന്നത് പ്രപഞ്ചത്തിന്റെ ഏകനായ സൃഷ്ടാവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. ഹിന്ദു സഹോദരന്മാർ ആരാധിക്കുന്ന ദൈവങ്ങളെയാണ് ഇവൾ ചുംബിക്കുന്നത് നടു റോഡിൽ വെച്ച്. എന്നിട്ട് എന്റെ കുട്ടിന്റെ മാതിരിയാണ് ശ്രീകൃഷ്ണനെ. ഇവളെ വിവരം എത്ര ഉണ്ട്, ഇവളെ കളി എങ്ങനെയുണ്ട് എന്നുള്ള നിങ്ങൾക്ക് മനസ്സിലായ സഹോദരന്മാർ. എനിക്കെന്റെ കുട്ടിന്റെ മാതിരിയാണ്, വളരെ ലാഘവത്തോടു കൂടി. നിങ്ങൾ അങ്ങനെ കാണുന്നത്? ഇവളെ കുട്ടിന്റെ മാതിരിയാ കാണുന്നത്? ആണോ? അല്ലല്ലോ. കാരണം ഇവൾക്ക് എന്താണ് ഒരു മതത്തിന്റെ ആളുകൾ വിശ്വസിക്കുന്നത് എന്ന് അറിയില്ല. ഇവൾക്ക് അറിയില്ല.
ഇവളെ സംബന്ധിച്ചിടത്തോളം ഇവൾക്ക് മാർക്കറ്റിംഗ് ആണ് വലുത്. വിശ്വാസത്തിന് ഹനിക്കപ്പെടുന്നുണ്ട് എന്റെ കാരണത്താലെ ഞാനിത് ചെയ്യുന്നത് കൊണ്ട് ഹിന്ദു വിശ്വാസികളുടെ വിശ്വാസത്തിന് വ്രണമാകുന്നുണ്ട് എന്ന് വിശ്വസിക്കാൻ കഴിയാത്ത ഒരു തെണ്ടി, ഇസ്ലാം മതത്തിന് കരിവാരി തേക്കുന്ന, അതിനു വേണ്ടിയിട്ട് ഒത്താശ ചെയ്തു കൊടുക്കുന്ന മറ്റേതൊന്ന് ഏത് ജാമിത നിരന്തരം പ്രവാചകനെയും ഇസ്ലാമിനെയും ഇകഴ്ത്തുകയും കളിയാക്കുകയും ചെയ്യുന്ന, മതങ്ങളില്ല എന്ന് പറയുന്ന യുക്തിവാദി സംഘത്തോടുകൂടി ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന പ്രവർത്തകയുടെ ഫ്രണ്ടാണ് ഇവൾ. നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ചല്ലോ, ഇഷ്ടംപോലെ വീഡിയോ ഉണ്ട് ഇവളതും അവളതും. ഇനി ഇവൾക്കൊരു സഹോദരനും കിട്ടിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളെ ആക്ഷേപിക്കുന്ന ഒരു സഹോദരൻ. ഞാൻ പറഞ്ഞതിന്റെ ആവശ്യമില്ലല്ലോ ആരാണ്. ഇവര് രണ്ടുപേരും ആ സഹോദരനും ഒന്ന് നിന്നായി കണ്ട് ഫോട്ടോ എടുക്കുന്ന രംഗം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ ഫോട്ടോ നിങ്ങൾ അവരുടെ യൂട്യൂബ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ പറയുന്നു വേണമെങ്കിൽ ഇവൾ തെറി വിളിച്ചു. അതാണ് ഇന്നെ പ്രകോപിപ്പിച്ചത്. എന്താന്ന് വെച്ചാല് ഇവൾ ഇതുവരെ ആ മതക്കാരെ സപ്പോർട്ടോട് കൂടി മുന്നിക്ക് പോകിനി. ആ മതക്കാർക്ക് ഇവളെ ഉടായിപ്പാണെന്നും ഇവള് മുസ്ലിമും അല്ല ഹിന്ദു അല്ല എന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കിയ ഹിന്ദു സഹോദരന്മാർ നന്നായി ഇവളെ പറയുന്നത് കൊണ്ട് ഇവളെന്താ പിന്നെ പറയണത്, ഞാനൊരു അങ്ങോട്ട് അഴിച്ചു വെക്കും എന്നിട്ടൊരു പൊട്ട് അങ്ങ് ഇടും അല്ലെ, കളിയാക്കിയിട്ടല്ലേ പറയണത്. അതാണ് വിശ്വാസം. ഇവള് പറയുന്നത് അപ്പോൾ വിശ്വാസാവുക സഹോദരന്മാരെ. ഒരു മനുഷ്യൻ വിശ്വസിക്കാന്ന് പറഞ്ഞാൽ എന്താണ്, അതുപോലും അതിന്റെ ഒരു ബാലപാഠം പോലും അറിയാത്തവളാണ് കളിയാക്കണത്. ആരെ കളിയാക്കണത്? നിങ്ങളെയാണ് കളിയാക്കുന്നത്. നിങ്ങൾ വിശ്വാസത്തിനാണ് കളിയാക്കുന്നത്. ഏതുപോലെ? ഇസ്ലാം മതത്തിനെ കളിയാക്കിയതുപോലെ, ഇസ്ലാം മതത്തിത്തെ ആചാരങ്ങളെ കളിയാക്കിയതുപോലെ, ഇസ്ലാം മതത്തിത്തെ പ്രമാണങ്ങളെ കളിയാക്കിയതുപോലെ ഇന്ന് നിങ്ങളെ കളിയാക്കുന്നു, കൊച്ചാക്കുന്നു, തന്തക്ക് വിളിക്കുന്നു അല്ലേ. ഇത് നിങ്ങളുടെ തന്തയുടെ വാപ്പാന്റെ വകയല്ല, അച്ഛന്റെ വകയല്ല അല്ലേ. യൂട്യൂബിലാണല്ലോ ഇത് കാണുന്നത്. അപ്പൊ ബഹുമാനമുള്ള സഹോദരന്മാരെ ഞങ്ങൾക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിപ്പോ നല്ല സന്തോഷം. എന്തറിയോ, അന്നൊക്കെ ഞാൻ ഇതേപോലെ ചെറിയ വീഡിയോ ചെയ്തിട്ട് പറഞ്ഞിരുന്നു ഇവിടെ കാര്യങ്ങൾ. പക്ഷേ ഇന്ന് നിങ്ങളെ ദൈവത്തിനെയും ആ മതത്തിനെയും മതത്തിന്റെ ചിഹ്നങ്ങളെയും അപമാനിക്കുമ്പോൾ ഉണ്ടാകുന്ന വേദന നിങ്ങൾ ഇന്ന് ഓരോരുത്തരും മനസ്സിലാക്കുന്നുണ്ട്. അതേപോലെയാണ് ഇവള് മുസ്ലിം മതത്തിലെ കാര്യങ്ങൾ പറഞ്ഞ് വിഷമമുണ്ടാക്കുമ്പോൾ ഓരോ മുസ്ലിം സഹോദരന്മാർക്കും വേദന ഉണ്ടാകുന്നത്. പക്ഷേ ഞങ്ങൾ എല്ലാവരും ഇവരെ തള്ളിക്കളഞ്ഞു. ഇവള് മുസ്ലിമേ അല്ല. ഏതൊരു മുസ്ലിമിനോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ, ഇവൾ ഇസ്ലാം മതത്തിൽ പെട്ടവളേ അല്ല. ഇവൾക്കിപ്പോ മതമല്ല, കാരണം യുക്തിവാദിയാണ് ഇവരെ സംഘം. ഇവര് വളരെ ഗൂഢമായിട്ടാണ് ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്, ഊതിക്കടിപ്പിക്കാൻ. പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിന്റെ ഈ മതത്തിനെ ഊതികാണ്ട് കെടുത്താനാണ് വിചാരിക്കുന്നത്. പക്ഷെ ആ മതത്തിത്തെ ആളുകൾ തന്നെ ഇവൾക്കൊരു വിലയും നിലയും കൽപ്പിക്കണില്ല എന്ന് ഇന്ന് ഹിന്ദു സഹോദരന്മാർക്ക് മുഴുവനും മനസ്സിലായി. ഈ പെണ്ണിന്റെ ഒരു കാരണത്താലെ ഭക്തന്മാരായ ഹിന്ദു സഹോദരന്മാർക്ക് പോലും നിങ്ങളുടെ അമ്പലത്ത് പോയിങ്ങാണ്ട് ഒരു ഫോട്ടോ എടുക്കാനോ കാര്യം സാധിക്കുന്നില്ല എന്ന നേരാവണ്ണം. എന്തുകൊണ്ട്? ഇവളൊറ്റ കാരണത്താലെ കോടതിയെ വിലക്ക് വരുത്തിയത്. വിലക്ക് ഏർപ്പെടുത്തിയ ഇവളെ കാരണത്താലെയാണല്ലോ. അതുകൊണ്ട് ബാക്കിയില്ലേ ഹിന്ദു സഹോദരന്മാർക്ക് അത് ബുദ്ധിമുട്ടായില്ലേ. അപ്പൊ അതുകൊണ്ട് ഇതേപോലെ തട്ട ഇട്ട് വരുമ്പോ ഗേറ്റിങ് ഒരാളെ നിർത്തിയിട്ട് എന്താ പറയാ, തട്ടൊക്കെ ഊരിയിട്ട് പൊട്ടൊക്കെ തൊട്ട് ഒരു ഹിന്ദു ആചാരപ്രകാരം എനിക്ക് ഇതിൻ്റെ ഉള്ളിൽ കടക്കാനും ചെയ്യാനും സംവിധാനം എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി, മുസ്ലിം ആയിക്കൊണ്ട് ഈ അമ്പലത്തിന്റെ ഉള്ളിൽ കയറണ്ടാന്ന് നിങ്ങൾക്ക് പറയാനുള്ളൊരു ധൈര്യം നിങ്ങൾ കാണിക്കണം. എന്തുകൊണ്ട്? നമ്മുടെ ഹിന്ദു സഹോദരന്മാരും മുസ്ലിം സഹോദരന്മാരും തമ്മിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നിൽക്കാൻ. അത് നിങ്ങളെ ഭാഗത്ത് വരുമ്പോൾ ശ്രദ്ധിച്ചാൽ ഇവിടെ പ്രശ്നങ്ങളില്ലാതെ വളരെ സുന്ദരമായിട്ട് കാര്യങ്ങൾ പോകും. അല്ല എങ്കിൽ ഇവളെ പോലുള്ള ആളുകൾ നാട്ടിൽ വളരെ കലാപം ഉണ്ടാക്കുന്ന പറഞ്ഞത്, കലാപാഹ്വാനം എന്നാ പറഞ്ഞത് കോടതി. അതുകൊണ്ട് ഇത്രയും പറഞ്ഞ് ഞാൻ നിർത്തുന്നു. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇവൾക്കൊക്കെ ഇത് കാലം
കാത്തു വെച്ച അടിയാണ് ഇന്ന് കിട്ടിയിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഹിന്ദു സഹോദരി സഹോദരന്മാർക്ക് എല്ലാവിധ വിഷു ആശംസകളും നേരുന്നു. ഇവരെ പോലുള്ള ആളുകളെ നിങ്ങൾ തട്ടിക്കളയണം. തട്ടിക്കളയാൻ അതിന് വിവാദക്കണ്ട, ഒഴിവാക്കണം. ഇത് ഈ നെല്ലെന്നും ഇതൊക്കെ പതിരൊക്കെ ഒഴിവാക്കുമല്ലോ, അതുപോലെ അമ്പലത്തേക്ക് വന്ന ഒഴിവാക്കണം. ഒഴിവാക്കിയിട്ട് ഹിന്ദു ആചാരപ്രകാരം ഹിന്ദുമത സ്വീകരിച്ച് ഉള്ളിലേക്ക് വന്നോ എന്ന് പറയാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു. എല്ലാവർക്കും നല്ലത്.